നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടൻ ഏനമാവ് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. രാത്രി ഒരു ഹൗസ് ബോട്ടിങ് പരിപാടിയാണ്. ഞാൻ ചെറുതായിട്ട് അന്വേഷിച്ചപ്പോൾ കേട്ടെ നമ്മളിപ്പോൾ സ്ഥലം നെടുപുഴയിലാണ്. നമുക്ക് പോകാനുള്ളത് ഏനമാവിക്ക്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താ പരിപാടിയെന്ന്. ഏനമാവിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നെടുപുഴയിൽ നിന്നാണ് പറഞ്ഞുകൊണ്ട് നാട്ടിൽ തിരിഞ്ഞാണ് പോണത്. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഒരു 13-14 കിലോമീറ്ററും കൂടി ഉണ്ട് ഏനമാവിക്ക്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കാഞ്ഞാണി വഴി എത്തി. കാഞ്ഞാണിന്ന് ലെഫ്റ്റ് എടുക്കണം. അവിടെ നിന്ന് ഓൾമോസ്റ്റ് പെരിങ്ങോട്ടുവരെ എത്താറായി. ഇനി പെരിങ്ങോട്ടുവരെ എത്തിയതാ. ഇവിടെ ഇച്ചിരി റോഡൊക്കെ ഇച്ചിരി മോശമാണ്. അപ്പോൾ നോക്കി കണ്ടൊക്കെ വരാം. നമ്മളത് അവസാനത്തെ ജംഗ്ഷനിൽ റൈറ്റ് എടുക്കും. ഈ ജംഗ്ഷൻ്റെ പേര് 4-വേ ജംഗ്ഷൻ. പെരിങ്ങോട്ടുകാരല്ല 4-വേ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്ററോളം പോകാറുണ്ട് ഡെസ്റ്റിനേഷനിലോട്ട്. ഈ സ്ഥലത്തെത്തിക്കൊണ്ട് പുഴയോരം ബോട്ട് സർവീസ് എന്ന സ്ഥലത്ത് ചെമ്മാപ്പള്ളിയാണ് ശരിക്കും സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഏനമാവ് കഴിഞ്ഞ് കുറച്ചും കൂടി വരണം. ചെമ്മാപ്പള്ളി എന്ന സ്ഥലത്ത് നമുക്ക് ബുക്കിങ്ങുള്ളത് 4 മണി to 6 മണി എന്തോ ആണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ തന്നെ ലേറ്റായി. എന്തൊക്കെയാ ഇവിടെ ബോട്ട് സർവീസിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു തൂക്കുപാലം ഉണ്ട്. ജസ്റ്റ് തൂക്കുപാലം എന്ന് കയറി നോക്കിയിട്ട് എന്തൊട്ട് സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം ഉണ്ട് കേട്ടോ. സാധനം കാണാറുണ്ട്. ബോട്ട് സർവീസിനുള്ള പരിപാടി. ഇനി ഇവിടെ എന്തിട്ടാ. നമസ്കാരം. ഇവിടെ ഒരു കള്ളി ഷാപ്പുണ്ട്. സാധനങ്ങൾ അത്യാവശ്യം കാണാനുള്ളതുണ്ട് കേട്ടോ. അവിടെ കയാക്കിങ് കാണാൻ കേട്ടോ. അവിടെ കയാക്കിങ് ഉണ്ട്. പിന്നെ തരും ചെറിയൊരു വീട് പോലത്തെ വഞ്ചിയുടെ കൊള്ളി പോലെ സെറ്റപ്പിൽ ഓരോന്ന്. ഒരു ബോട്ട്, തൂക്കുപാലം. അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. വൈകുന്നേരം വന്നാൽ അടിപൊളിയായിരിക്കും. അപ്പം അതാണ് കള്ള് ഷാപ്പ്. ഒരു ആംബിയൻസിലുള്ളൊരു വീട് കാണാണ്ട്. റിസോർട്ട് സെറ്റപ്പ്. എന്താണ് ഐറ്റം. കൊള്ളാം. വൈകുന്നേരത്തേക്കുള്ളതുണ്ട്. സംഭവം വൈകുന്നേരത്തേക്കുള്ളത് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഒരു ITക്കാർക്കൊക്കെ കണ്ണിൻ്റെ ശരിക്കും ഒരു കുളിർമയാട്ടോ ഈ സംഭവമൊക്കെ. ഇങ്ങനെ അറ്റ്ലീസ്റ്റ് കാണുന്നത് ഇടയ്ക്ക് ശനിയാഴ്ചകളിൽ വൈകുന്നേരമൊക്കെ രാവിലെ തൊട്ട് 8 മണി വരെ അതിനുള്ള സ്റ്റഫ് ഉണ്ട്. നിങ്ങൾ ഗോവയും മറ്റേ അതൊന്നും പ്രതീക്ഷിക്കേണ്ട. ആലപ്പുഴയിലെ സെറ്റപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അത്യാവശ്യം തൃശ്ശൂർക്കാർക്കൊക്കെ നല്ല ഹാപ്പി ആവുന്ന, തൃശ്ശൂർക്ക് വരുന്ന ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ടൂറിസം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയയിലാണെങ്കിൽ. അതിനുള്ള സ്റ്റഫ് ഉണ്ട്. ഗവൺമെൻറ് നന്നായിട്ട് പ്രഷർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം അത്രയും നല്ല പഞ്ചിലോട്ട് വരാനുള്ളൊരു ടൂറിസം സ്റ്റഫ് ഇതിൽ ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കാണാനുണ്ട്. ഇതൊരു ഐതിഹ്യമാല പറയണം എന്താ വെച്ചാൽ, ഇത് മലബാർ, ഇത് കൊച്ചി. പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. ഇത് കൊച്ചിൻ സാമ്രാജ്യവും ഇത് മലബാർ സാമ്രാജ്യമായിരുന്നു. ഇത്ര എന്തിട്ടാണോ ഹൗസ് ബോട്ട് അടിക്കണം. ഇതിനൊക്കെ എത്ര റേറ്റ് ആണ് നമുക്ക് ചോദിച്ചു നോക്കാം. അത് കഴിഞ്ഞാൽ അവസാനം ഇതാണ് അതിൻ്റെ ഉള്ളിലെ സെറ്റപ്പ്. കുറച്ചുകൂടി നോക്കട്ടെ എന്താ കാണാനുള്ളത്. ലൈഫ് ജാക്കറ്റും ഇതൊക്കെ തന്നെയാണ്. കയാക്കിങ്ങിന് തന്നെ ഉള്ള സംഭവം തന്നെയാണ്. അവിടെയാണ് കള്ളി ഷാപ്പുള്ളത്. കയാക്കിങ് സെറ്റപ്പ്. വില ഞാനിപ്പോൾ എന്താ ചെയ്യുക. നമ്മളൊരു പാക്കേജായിട്ട് എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. എല്ലാതും ഇവിടെ വന്ന് അന്വേഷിക്കേണ്ടി വരും തോന്നുന്നു. ഞാൻ ചേട്ടനോട് എൻ്റെ യാത്ര ചോദിച്ചു നോക്കാം എത്രയ്ക്ക് ബുക്ക് ചെയ്താണ്. കയാക്കിങ് എന്തോരം ദൂരം വിടാവോ കയാക്കിങ്ങിനൊക്കെ. എന്താ അവിടെ വരൊക്കെ അവിടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പോയി വരാൻ തോന്നുന്നുണ്ട് കയാക്കിങ്. ഇതെന്തിട്ട് ഈ സെറ്റപ്പ്. ഇത് ഒറ്റൊരു സാധനമായിട്ട് ബുക്ക് ചെയ്യണ പരിപാടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഫെറിയാ, കപ്പലാ, ഷിപ്പാ,
സാധനം. എവിടെയാണ് സാധനം? പിന്നെ ചെറുതായിട്ട് നമുക്കൊന്ന് പണി പാളിയും തോന്നുന്നുണ്ട്. നമ്മളോട് പറഞ്ഞത് ഹൗസ് ബോട്ട് എന്നാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞത് കേട്ടാ. ഇനി ചേട്ടനോ അയ്യോ ഇതൊക്കെ ഉണ്ട്, നടക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, സൂക്ഷിച്ചും കണ്ടു. ഹൗസ് ബോട്ട് എന്നാണ് പറഞ്ഞത്. നീ വന്നത് ഈ സാധനമാണ്, ഇതന്നെയാവോ തമ്പുരാനറിയാം. ഒറ്റയ്ക്കുള്ളേ പോർക്കുണ്ട്, ബീഫുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, കാട ഫ്രൈ, തിക്കൻ ചിക്കൻ പാർട്സ്, കൊള്ളി, മീൻകറി, മീൻ ഫ്രൈ, ഗ്രീൻ പീസ്, ഓംലേറ്റ്, കാടമുട്ട, പത്തിരി, അത്യാവശ്യമൊക്കെ ഉണ്ട്. ഹാപ്പി ആയുള്ള സാധനമുണ്ട്. ഐ ലവ് കോന്നോളി ക്രൂസ്. ഇതാണോടാ ക്രൂയിസ്? കൊള്ളാം, കുഴപ്പമില്ല സാധനം. തൃശ്ശൂർക്കാർക്ക് ഇതൊക്കെ മതി. എന്നാലും ഓൺ ദ വേ സംഭവം ഒന്ന് ഡെവലപ്പ് ചെയ്ത് സെറ്റാക്കിയാൽ മതി. ഒന്ന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും ഇതൊക്കെ ആയിട്ട് ഇത് അത്യാവശ്യം നല്ല പരിപാടിയാക്കാവുന്നൊരു സാധനം തന്നെയാണ്. ആ സെറ്റപ്പാണ് നമ്മുടെ ബോട്ട്, ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞ പരിപാടി. ഏതാ പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ടോ? ഒരു മിനിറ്റ് കേട്ടാ. അതുണ്ടെന്നുണ്ട്. അതെ അതെ, ഈ കാണുന്ന പരിപാടിയാണ് നമ്മുടെ സാധനം. നമുക്ക് നോക്കാം എന്തോരം ചെയ്യാന്ന്. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരാം. അവർ കയറാൻ പോണ്. ചേട്ടാ 2 ആൾക്കാരോട് വരാണ്ട് കേട്ടാ. ഓ ഉണ്ട്. ബോട്ട് പോവാം. ഏതാ ഇനി ആരും വരല്ലേ? എവിടേക്കാ? അങ്ങോട്ട് പോണോ അല്ലേ? അങ്ങോട്ട് പോണാണോ കുറച്ചുകൂടി വന്നോ? ഓക്കെ ഓക്കെ. ഓ ഈ ഭാഗം കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടിരിക്കുന്ന സംഭവമാണ്. ഓ ഇതിങ്ങനെ നേരെ തുറന്നാ എടുക്കുന്ന സ്ഥലമല്ലേ? അവിടെ മറ്റേ കുറച്ച് തെങ്ങും തൃപ്പറമ്പലം. ഓക്കെ 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 ശരി. ആ അപ്പം നമുക്ക് മറ്റേ സ്ഥലം പോകണമായിരിക്കും നല്ലത്. ഈ ഒരു ഓപ്പൺ സംഭവം നമ്മളത് ഈ റൂട്ടാണ്. നമ്മളത് ഈ ഒരു വട്ടം ചുറ്റുന്ന റൂട്ടാണ് നമ്മൾ ചൂസ് ചെയ്താണ്. അത് ഉറപ്പായതല്ലായിട്ട് നല്ല എന്തുകൊണ്ടും നല്ലത് കുറച്ച് വീടുകളും ക്ഷേത്രവും പരിപാടിയൊക്കെ കണ്ടിട്ട് വരാൻ തന്നെയാണ്. എന്തുകൊണ്ടും നല്ലത് ഈ ഒരു വഴി എടുത്തായിരുന്നു കേട്ടോ. ഇതാണ് ശരിക്കും കുറച്ചുകൂടി കണ്ണിന് കുളിർമ. കയ്യാത്തിങ്കാർ വരുന്നുണ്ട്. അല്ലാതെ ഒന്നും വെള്ളം മറ്റേ പറവൂർ മേഖല കയറി മാറും അങ്ങോട്ട് നമ്മളത് ഓൾമോസ്റ്റ് അതിനെ ഇവിടെ വരില്ലേ? ആ കാണാണ് തൃപ്പൂർ ക്ഷേത്രം. ഇതാണ് തൃപ്പൂർ പാലം. നമുക്ക് തൃപ്പൂർ ക്ഷേത്രം കാണാം, പക്ഷെ അത് തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഇത് പോകുന്നവരും കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയി വരുന്നുണ്ട് വ്യൂസൊക്കെ. നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 6-7 കിലോമീറ്ററോളം നമ്മൾ ആ തൃപ്പൂർ ക്ഷേത്രത്തിൻ്റെ തൃപ്പൂർ പാലം അവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്ററോളം നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴാണോ യൂട്ടേൺ എടുക്കണമെന്ന് അറിയില്ല. എന്നാലും ഇപ്പോൾ വൈകുന്നേരം 6 മണിയായി. അതിൻ്റെ ആ ഒരു വൈബ് ഉണ്ട്, ഈവനിങ് വൈബ്സ്.
ഇതാണ് പ്രയർ ക്ഷേത്രം. അതാണ് തൃപ്രയാർ ക്ഷേത്രം. ഇപ്പൊ പൊട്ടിയ നിയമവഴി. ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി. ഇപ്പോൾ സമയം 7:15 ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര. ഫ്ലോട്ടിംഗ് ആണല്ലോ അല്ലേ?